രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും കുറച്ചു നാളുകളായി വലിയ വലിയ തള്ളലുകളായിരുന്നല്ലോ. വോട്ട് ചോദിച്ചുള്ള യാത്രകൾ, ഇന്ത്യ മുന്നണിയുടെ മഹാസമ്മേളനങ്ങൾ, BJPയും NDAയും തറ പറ്റിക്കും എന്നൊക്കെയുള്ള ആകാശത്തോളം ഉയർന്ന അവകാശവാദങ്ങൾ. ഞങ്ങൾ വരും, ഞങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് നടന്നവർക്ക് ദേ ഇപ്പോൾ അങ്ങോട്ട് മുഖത്തേറ്റ കനത്ത പ്രഹരത്തിന്റെ പുകച്ചൽ മാറിയിട്ടില്ല. നാണം കെട്ടൊരു തോൽവി എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും വലിയ അടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതെ, ജാർഖണ്ഡിൽ നിന്നുള്ള ആ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സ്വന്തം പാളയത്തിലെ വോട്ടുകൾ ചോർന്നു പോയി കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ നിലം പരിശായിരിക്കുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും, ജയിക്കാൻ ആവശ്യത്തിലധികം MLAമാർ കയ്യിലുണ്ടായിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാത്ത, സ്വന്തം അണികളെ ഒപ്പം നിർത്താൻ കഴിയാത്ത ഈ കോൺഗ്രസ് ആണോ നാളെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജാർഖണ്ഡ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഏറ്റ ആ നാണം കെട്ട ദയനീയ തോൽവിയെ കുറിച്ചാണ്. ഒപ്പം നരേന്ദ്രമോദി എന്ന ജനനായകന്റെ തന്ത്രങ്ങൾക്കും NDAയുടെ അട്ടിമറി വിജയത്തിനും പിന്നിലെ ആ രഹസ്യം എന്താണെന്നും നമ്മൾ ഇന്ന് ഓരോന്നായി പരിശോധിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. സുഹൃത്തുക്കളെ, അവിടെ ഉണ്ടായിരുന്നത് ജാർഖണ്ഡ് നിയമസഭയിലെ ആകെ അംഗബലം എന്ന് പറയുന്നത് 81 ഇതിൽ ഭരണം കൈയാളുന്ന കോൺഗ്രസും JMM ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് എത്ര പേരുടെ പിന്തുണയുണ്ടായിരുന്നു എന്നറിയാമോ? 56 MLAമാർ. അതായത് 2 സീറ്റിലും കണ്ണു പൂട്ടി ജയിക്കാൻ ആവശ്യമായ അത്രയും വലിയ ഭൂരിപക്ഷം. മറുഭാഗത്ത് BJP നയിക്കുന്ന NDA മുന്നണിക്കുണ്ടായിരുന്നത് കേവലം 24 MLAമാർ മാത്രമാണ്. ജയിക്കാൻ വേണ്ടത് 28 ഒന്നാം മുൻഗണന വോട്ടുകൾ. അതായത് ജയിക്കാൻ 4 വോട്ടുകൾ BJP സഖ്യത്തിന് കുറവായിരുന്നു. കോൺഗ്രസ് ക്യാമ്പ് ഉറപ്പിച്ചു തങ്ങൾ സുഖമായി ജയിക്കുമെന്ന്. എന്നിട്ട് അവസാനം ഫലം വന്നപ്പോൾ എന്തായി സുഹൃത്തുക്കളെ? ദേ കിടക്കുന്നു കോൺഗ്രസ് നിലത്ത്. NDA പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നദ്വാനി 28 വോട്ടുകൾ വാരിക്കൂട്ടി അട്ടിമറി വിജയം നേടി. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രണവിന് ലഭിച്ചതോ കേവലം 20 വോട്ടുകൾ മാത്രം. നോക്കണേ, 56 പേരുണ്ടായിരുന്ന സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 20 വോട്ട്. JMM സ്ഥാനാർത്ഥി വൈദ്യനാഥ് റാം 30 വോട്ടുകളോടെ സുഖമായി ജയിച്ചു കയറുകയും ചെയ്തു. എങ്ങനെയുണ്ട് കോൺഗ്രസിന്റെ ഒരു മാനേജ്മെന്റ്? ബാക്കി വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി? ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്ന് വോട്ട് ചോദിക്കുന്നുണ്ട്, ജനങ്ങളെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ രാഹുൽജി, നിങ്ങൾ രാജ്യം മുഴുവൻ നടക്കുന്നത് മുൻപ് സ്വന്തം സഖ്യത്തിലുള്ളവർ എങ്ങോട്ടാണ് വോട്ട് കുത്തുന്നതെന്ന് പോയി നോക്ക്. സ്വന്തം വീട് കാക്കാൻ അറിയാത്തവനാണ് നാട്ടുകാരുടെ കാവൽക്കാരനാകാൻ നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് പരസ്യമായ കൂറുമാറ്റവും ക്രോസ് വോട്ടിങ്ങുമാണ്. സഖ്യകക്ഷിയായ RJDയുടെ MLAമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI ലിബറേഷന്റെ 2 MLAമാരും കോൺഗ്രസിനെ അങ്ങോട്ട് നടുക്കടലിൽ കൈവിട്ടു. അവർ നേരെ പോയി വോട്ട് ചെയ്തത് NDA പിന്തുണച്ച സ്ഥാനാർത്ഥിക്കാണ്. പോരാത്തതിന് കോൺഗ്രസ് പാളയത്തിലെ 3 വോട്ടുകൾ അസാധുവാവുകയും ചെയ്തു. അതായത് വോട്ട് ചെയ്യാൻ പോലും അറിയാത്തവരെയാണോ കോൺഗ്രസ് MLAമാരാക്കി വെച്ചിരിക്കുന്നത്? സ്വന്തം സഖ്യത്തിലുള്ളവർക്ക് പോലും കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയോ വിശ്വാസമില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും സ്വന്തം പാളയത്തിലെ വോട്ടുകൾ ചോർന്നു പോയത് കോൺഗ്രസ് നേതൃത്വത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദി എന്ന ലോകനായകനെയും BJPയെയും വീണ്ടും വീണ്ടും നെഞ്ചിലേറ്റുന്നത്? എന്തുകൊണ്ടാണ് NDA എവിടെ മത്സരിച്ചാലും അവിടെ വിജയം കൊയ്യുന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ്. വെറും 24 സീറ്റുകൾ മാത്രം കയ്യിലുണ്ടായിരുന്ന NDA കൃത്യമായ തന്ത്രങ്ങളിലൂടെ, ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ 28 വോട്ടുകൾ തികച്ച് വിജയം പിടിച്ചെടുത്തത്. ഇതിനെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ചാണക്യതന്ത്രം എന്ന് വിളിക്കുന്നത്. കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവായ പരിമൾ നദ്വാനി 2008 മുതൽ ജാർഖണ്ഡിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ യോഗ്യതയും NDAയുടെ കൃത്യമായ പ്ലാനിങ്ങും ചേർന്നപ്പോൾ അവിടെ വിരിഞ്ഞത് താമരയാണ്. പ്രതിപക്ഷ പാളയത്തിലെ അതൃപ്തിയും ഭരണപക്ഷത്തെ ഉൾപോരും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ NDA നേതൃത്വത്തിന് കഴിഞ്ഞു. മോദിജിയുടെ വികസന രാഷ്ട്രീയത്തിലും NDAയുടെ നേതൃത്വത്തിലും വിശ്വസിച്ചാണ് പ്രതിപക്ഷത്തെ MLAമാർ പോലും ഇന്ന് NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകിയിരിക്കുന്നത്.
തോൽവി ഉറപ്പായ കോൺഗ്രസ് എന്ന തകരുന്ന കപ്പലിൽ നിന്ന് എല്ലാവരും ചാടി രക്ഷപ്പെടുകയാണെന്ന് ചുരുക്കം. ഈ തോൽവി വെറുമൊരു രാജ്യസഭാ തോൽവി മാത്രമല്ല, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ തോൽവി കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഈ അടിത്തറയിളകിയ പരസ്പരം പാരവയ്ക്കുന്ന സഖ്യവും വെച്ചുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ ജാർഖണ്ഡിൽ ജനങ്ങളെ ഫേസ് ചെയ്യും? സ്വന്തം MLA-മാരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത, വോട്ട് ചോർച്ച തടയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്നത് കേവലം ഒരു കടലാസ സംഘടന മാത്രമാണെന്നും അതിനുള്ളിൽ യാതൊരു ഐക്യവുമില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. ഭൂരിപക്ഷം ഉണ്ടായിട്ടും തോറ്റ ചരിത്രം കോൺഗ്രസിന് മാത്രം സ്വന്തം. വരും ദിവസങ്ങളിൽ ഈ സഖ്യത്തിനുള്ളിൽ വലിയ തർക്കങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാർഖണ്ഡിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു, വികസനം വരണമെങ്കിൽ NDA തന്നെ വരണമെന്ന്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ വീണ്ടും വീണ്ടും നെഞ്ചിലേറ്റുന്നത്? എന്തുകൊണ്ടാണ് NDA എവിടെ മത്സരിച്ചാലും അവിടെ അസാധ്യമായ വിജയങ്ങൾ കൊയ്യുന്നത്? അതിനുള്ള കൃത്യമായ ഉത്തരമാണ് സുഹൃത്തുക്കളെ ഈ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ്. ഇതിനെയാണ് യഥാർത്ഥ മോദി മാജിക് അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യ തന്ത്രം എന്ന് വിളിക്കുന്നത്. നോക്കൂ, കേവലം 24 MLA-മാർ മാത്രം കയ്യിലുണ്ടായിരുന്ന NDAക്ക് വിജയിക്കാൻ 28 വോട്ടുകൾ വേണമായിരുന്നു. 4 വോട്ടുകൾ കുറവ്. സാധാരണ ഒരു പാർട്ടിയാണെങ്കിൽ അവിടെ കളി നിർത്തി തോൽവി സമ്മതിച്ചേനെ. എന്നാൽ അവിടെയാണ് മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള NDAയുടെ പ്ലാനിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള രാഷ്ട്രീയമാണ് കാണുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ വെറും വാക്ക് തള്ളലുകളും നിറഞ്ഞ രാഷ്ട്രീയം. 2, നരേന്ദ്രമോദിയുടെ വികസനവും കൃത്യതയുള്ള രാഷ്ട്രീയം. രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ വോട്ട് ചോദിച്ചു നടക്കുമ്പോൾ മോദിജി രാജ്യത്തിന്റെ വികസനത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിലും ബീഹാറിലും കോൺഗ്രസ് ഇതുപോലെ തോറ്റു തൊപ്പിയിട്ടത് കണ്ടതാണ്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജാർഖണ്ഡിലും നാണം കെട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് ഇതിനെയൊക്കെ കുതിരക്കച്ചവടം എന്ന് വിളിച്ച് കരയുകയാണ് പതിവ്. അല്ലാതെ സ്വന്തം വീഴ്ചകൾ സമ്മതിക്കില്ല. സ്വന്തം സഖ്യത്തിലുള്ള RJDക്കും ഇടതു പാർട്ടികൾക്ക് പോലും രാഹുൽ ഗാന്ധിയെ ഒരു നേതാവായി അംഗീകരിക്കാൻ മടിയാണ്. ഇന്ത്യ മുന്നണി എന്നത് വെറും ഒരു കടലാസ് കഷ്ണമാണെന്നും മോദിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർ വീണ്ടും തെളിയിക്കുകയാണ്. സ്വന്തം അണികളെ ഒരുമിച്ച് നിർത്താൻ കഴിയാത്തവർ എങ്ങനെയാണ് 140 കോടി ജനങ്ങളുള്ള ഈ വലിയ രാജ്യം ഭരിക്കാൻ പോകുന്നത്? മോദിജിക്ക് ബദലാകാൻ രാഹുൽ ഗാന്ധിക്ക് ഇനിയും എത്ര ജന്മം എടുക്കേണ്ടി വരുമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും തോറ്റ ചരിത്രം കോൺഗ്രസിന് മാത്രം സ്വന്തമല്ലേ? സ്വന്തം പാളയത്തിൽ പോലും അടി തെറ്റിയെങ്കിൽ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ പറയാനുണ്ടോ? സ്വന്തം വീട്ടിലെ ആളുകളെ ഒപ്പം നിർത്താൻ കഴിയാത്തവരാണോ നാളെ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സഖ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ MLA-മാരും അണികളുമാണ്. ജാർഖണ്ഡിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു. വോട്ട് ചോർന്നു പോകാതിരിക്കാൻ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം സഖ്യകക്ഷികളായ RJDയും ഇടതു പാർട്ടികളും കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് തന്നെ കുത്തി. ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു. BJPയെയും നരേന്ദ്രമോദിയെയും തോൽപ്പിക്കാൻ പകൽ മുഴുവൻ പ്രസംഗം നടത്തുന്ന രാഹുൽ ഗാന്ധി രാത്രിയാകുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് വോട്ടുകൾ ചോർന്നു പോകുന്നത് അറിയുന്നതേയില്ല. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെയാണ് ഇവർ ഡൽഹി സിംഹാസനം പിടിച്ചെടുക്കാൻ നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തട്ടാൻ നോക്കുന്ന രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ജനങ്ങളും അവരുടെ സ്വന്തം സഖ്യകക്ഷികളും നൽകിയ വലിയൊരു തിരിച്ചടിയാണ് ജാർഖണ്ഡിൽ കണ്ടത്. നേരെ മറിച്ച് കൃത്യമായ തന്ത്രങ്ങളോടെ മുന്നേറുന്ന NDAയും നരേന്ദ്രമോദിയും വീണ്ടും തങ്ങളുടെ അജയ്യത തെളിയിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോൺഗ്രസിന്റെ അഥവാ രാഹുൽ ഗാന്ധിയുടെ ഈ നാണം കെട്ട തോൽവിയെക്കുറിച്ചും NDAയുടെ ഈ മാസ് അട്ടിമറി വിജയത്തെക്കുറിച്ചും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.